ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോയുമായിട്ടാണ്. ഒരു ടീച്ചറെ കാണാൻ വേണ്ടിയിട്ടാണ്. ദേവി ടീച്ചറുടെ വിശ്രമ ജീവിതം, അതായത് റിട്ടയർഡ് ലൈഫ് ആസ്വാദ്യകരമാക്കുന്നത് താമരകളുടെയും അമ്പലുകളുടെയും മറ്റ് പൂക്കളുടെയൊക്കെ കൂടെയാണ്. അപ്പോൾ 70-ലധികം താമരകളും 40-നടുത്ത് അമ്പലുമൊക്കെ ഈ ടീച്ചറുടെ കയ്യിലുണ്ട്. വിവിധ തരത്തിലുള്ള, വിവിധ ഭംഗിയിലുള്ള, വിവിധ കളറിലുള്ള താമരകളും അമ്പലുകളും മറ്റ് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും ടീച്ചറുടെ വിശേഷങ്ങൾ പങ്കിടാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ പുറകിൽ കാണുന്ന ടീച്ചറുടെ വീട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടീച്ചറെ. അപ്പോൾ ഇത് ഏത് ഇനത്തിൽപ്പെട്ട താമരയാണ് ഇപ്പോൾ ടീച്ചർ പിടിച്ചത്? ഇത് മിറാക്കിള പറയുന്ന ഇനത്തിൽപ്പെട്ട താമര. ഇത് ശരിക്കും ഒരു 70-ഓളം വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. സഹസ്രദളം ഉണ്ട്, പക്ഷെ സഹസ്രദളം ഇതുവരെ പൂവിട്ടിട്ടില്ല. അല്ല, ഇതിൽ നിറയെ അതളുകൾ കാണുന്നുണ്ട്. ഇതിന്റെ തന്നെ ഇപ്പൊ ഈ ഒരു വലിപ്പമുള്ളത് എത്ര വെറൈറ്റി ഉണ്ട് ഇപ്പോൾ ഇവിടെ? ഇത് ഒരു 10-15 വെറൈറ്റി ഉണ്ട് ഇത്രയും വലിപ്പമുള്ളത് തന്നെ. അത് കുറെ ഇപ്പൊ വിരിഞ്ഞു പോയി. ഇപ്പൊ ഇത് കണ്ടോ, ഇത് ഗ്രീൻ ആപ്പിള്. അതെ, ഇതോളം കഴിഞ്ഞു തുടങ്ങി. അപ്പുറത്ത് ഒരു ചെറിയ പൂവും കൂടെ ഉണ്ട്. ഇത് ഗ്രീൻ ആപ്പിള്. ഇത് ഇതിലും വലിപ്പം ഉണ്ടാവാറുണ്ട് സാധാരണ. അപ്പോ ഇപ്പൊ ഇത്തിരി ഒരു മാസമായിട്ട് ഞാൻ ഇവിടെ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇത്തിരി. ഇത് നമ്മൾ ഈ കാണിച്ചതിന്റെ മുട്ടാണ് അല്ലേ? അതെ അതെ. ഇതിപ്പോ എത്ര ദിവസം കൊണ്ട് വിരിയും ഈ മുട്ട? 15-20 ദിവസം കഴിയണം ഒരു മുട്ട് വിരിയാനായിട്ട്. ഈ വിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം? വിരിഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം വരെ നിൽക്കും. പിന്നെ എല്ലാ താമരയും നമ്മൾ തനിയെ വിരിയണതല്ല. ഒരു 3/4 ഭാഗം മുട്ട ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിരിയിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള താമര ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ്. ഇതിൽ തന്നെ 2 തരം താമരകളുണ്ട്. ട്രോപ്പിക്കൽ വെറൈറ്റി, ഹാർഡി വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഹാർഡി പറഞ്ഞു കഴിഞ്ഞാൽ സീസണലായിട്ട് മാത്രം പൂക്കണതാണ്. ഇത് ഈ മിറാക്കിളും ഗ്രീൻ ആപ്പിള്, പിന്നെ പിങ്ക് ക്ലൗഡ് ഉണ്ട് ഇപ്പുറത്ത്. ആ പിങ്ക് ക്ലൗഡൊക്കെ അതെ അതെ. ഇത് കണ്ടോ, ഇതിപ്പോ ഇങ്ങനെ വിരിയിച്ചു കൊടുക്കാം. കണ്ടോ, വിരിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരിയും കൂടി ഭംഗി ഉണ്ടാവും. സ്വയം വിരിയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ വിരിയിച്ചു കൊടുക്കുമ്പോൾ ഇത്തിരിയും കൂടി ഭംഗി ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇത് എപ്പോഴും എല്ലാ കാലത്തും പൂടുന്നതാണ്. പിന്നെ ഇത് റെഡ് പിയോണി. റെഡ് പിയോണി. ഇതും തന്നെ ഇല്ല, ഇതിപ്പോ നമുക്ക് വിരിയിക്കാം. ഇങ്ങനെ വിരിയിച്ചു കഴിഞ്ഞാൽ വിരിയിക്കുമ്പോ കളറ് കൂടുതൽ കിട്ടും, കുറച്ചും കൂടെ ഫ്രഷ്നെസ് കിട്ടും. കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിന്റെ മുട്ടാണ്. ഇത് എപ്പോഴും വിരിഞ്ഞോണ്ടിരിക്കും. ഇത് മുട്ടുണ്ടായി കഴിഞ്ഞിട്ടുള്ള സീഡ് പോഡ. പക്ഷെ ഇത് വിത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ. എല്ലാത്തിലും വളരെ ചുരുക്കം ഇനങ്ങളിലാണ് വിത്ത്. അതെ, ഇതിലിപ്പോ 1, 2, 3 വിത്ത്. അതെ അതെ അതെ. അപ്പൊ ഈ വിത്ത് മുഴുവൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനി വിത്ത് ഉണ്ടായതും ശരിക്കും മുഴുവൻ ഇതേ രൂപമായിക്കൊള്ളുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതിൽ തേനീച്ചകൾ ഇരുന്നിട്ട് ട്യൂബറാണ് ഉപയോഗിക്കുന്നത് ശരിക്കും. ഇത് നമ്മൾ പൂവ് ഉണ്ടാവുന്നത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന്റെ ഈ ഇല ഇങ്ങനെ ചുരുങ്ങി ചെറുതായി വരും. അപ്പൊ നമ്മൾ ആ സമയത്ത്
ഈ ട്യൂബർ എടുക്കും. അതെങ്ങനെയാ വെച്ചാൽ വെള്ളമൊക്കെ മാറ്റി നമ്മൾ പതുക്കെ ഇത് കമഴ്ത്തി വെച്ച് ടബ് കമഴ്ത്തി വെച്ചിട്ട് അതിന്ന് വേര് പോലെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വള്ളി പോലെ പറയാം. പണ്ട് നമ്മൾ താമരവള്ളി പറയും. ഇത് ശരിക്കും ട്യൂബർ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അമ വരുന്നത് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. മുള പൊട്ടുന്നത് കറക്റ്റായിട്ട് എടുത്ത് വെക്കും. ഇവിടെ പുറത്ത് ട്യൂബർ വല്ലതും ഉണ്ടോ കാണിക്കാനായിട്ട്? പുറത്ത് ട്യൂബർ എടുത്തതായിട്ടൊന്നുമില്ല. ഫ്ലവറിംഗ് മോഡിലാണ്. ഞാൻ കാണിച്ചു തരാം വേറെ. പിന്നെ ഇവിടെ മൊത്തം 70-ൽ കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? വൈറ്റ് മാസ്കി. ഇത് ഈ വലിപ്പം തന്നെ വരുള്ളൂ? ഇത്രയും കൂടെ ഇത്ര തന്നെ ഉണ്ടാവും. പക്ഷെ എന്നും പൂക്കുന്ന വെറൈറ്റിയാണ്. അതെ അല്ലേ? കണ്ടോ, ഇതില് നിറയെ മുട്ടുകളുണ്ട്. ഇതിന് പറയുന്ന പേര് വൈറ്റ് മാസ്കി. ഇതെന്നും നമുക്ക് പൂ തരുന്നതാണ്. പിന്നെ ഇത് ലിറ്റിൽ റെയിൻ പറയും. ഇത് ബൗൾ വെറൈറ്റിയാണ്. ചെറിയ ബൗളിലും കൂടി നമുക്ക് ഉണ്ടാക്കാം. കണ്ടതിൽ ഇലകൾ തന്നെ കണ്ടില്ലേ? ഇതാ മുട്ട. ടീച്ചർ ഇത് ഏതാ വെറൈറ്റി പറഞ്ഞത്? ഇത് അമരി പിയോണി പറയും. അതിൽ പെട്ടതാണ്. പിന്നെ എന്നും പൂ തരുന്നതുണ്ട് ഇവിടെ അമരി കമലിയ. പക്ഷെ അതിലത്തെ പൂവൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കുറെ കണ്ടില്ലേ, സ്ഥിരമായിട്ട് പൂവുണ്ടാവുന്നതാണ് ഈ അമരി കമലിയും ഈ അമരി പിയോണി. ഇനി ഇത് ബുദ്ധാസമുണ്ട്. ഇതും സ്ഥിരം പൂവുണ്ടാവുന്നതല്ല. ഇത് സീസണലായിട്ട്. ഇത് സീസണിലുണ്ടാവുള്ളൂ അല്ലേ? ഈ ഐറ്റംസിന്റെ ഒക്കെ പേര് ഓർമ്മിച്ച് വെക്കാൻ തന്നെ പാടായിരിക്കും അല്ലേ? ഇതിന് പുറമെ നമ്മള് ആമ്പൽ ഉണ്ടാക്കുന്നുണ്ട്. ആമ്പൽ ഒരു 10-35 വെറൈറ്റി ഉണ്ട്. ഈ 70 താമരക്ക് പുറമെ 35-40 വെറൈറ്റിയോളം ആമ്പലുണ്ട് അല്ലേ? അതെ അതെ. ഇത് ബ്ലൂ കാപ്പൻസീസ് പറയും. അത് ബ്ലൂ വിസില് പറയും. ഇത് കോഹിൻസോൺ ആണ്. അതായത് പക്ഷെ അത് വിരിഞ്ഞു വരുന്നതേ ചെറിയതാണ്. കോഹിൻസോൺ പറയുന്നത്. ഇതാണ് ബുച്ച. ഇത് ഏറ്റവും നല്ല. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭംഗിയുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് വിരിഞ്ഞതില്ല. അതെ ഇത് വിരിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് നല്ല ഭംഗിയാണ് കാണാൻ. ഈ പറഞ്ഞ പോലെ ഇതും ട്രോപ്പിക്കലാണ്. ഇപ്പൊ ഞാൻ ഹാർഡിന്ന് മാറിയിട്ട് മിക്കവാറും ട്രോപ്പിക്കലിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ ട്രോപ്പിക്കൽ പറയുമ്പോൾ സ്ഥിരം എല്ലാ സീസണിലും നമുക്ക് പൂവ് തരും. അപ്പൊ ഇതിന്റെ ആ വീഡിയോ ടീച്ചർ ഒന്ന് അയച്ചു തരണേ. അപ്പൊ നമുക്ക് അതേപോലെ തന്നെയാണ് സട്ടാബൊങ്കട്ട പറയുന്നത്. ഇതും അതുപോലെ തന്നെയാണ്, സ്ഥിരം പൂക്കുന്നതാണ്. ഇത് കുറേ പൂവ് തന്നു കഴിഞ്ഞു. ഇവര് രണ്ടുപേരും ഇപ്പൊ പൂവ് കഴിഞ്ഞതിന്റെ സീഡ് പോഡാണത്. ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉണ്ടായിക്കൂടാന്നില്ല, പറയാൻ പറ്റില്ല. ഉണ്ടായിട്ട് ഇതുവരെ അത് അങ്ങനെ കിട്ടിയിട്ടില്ല ഇതുവരെ എനിക്ക്. ഇതും സട്ടാബൊങ്കട്ട തന്നെയാണ്. ഇത് അതെ പൂ കുറെ ഉണ്ടായി വരുന്നതാണ്. ഇത് നെയ്യാമ്പല പറയും. മഞ്ഞ നെയ്യാമ്പല. ആമ്പലിന്റെ വർഗത്തിൽപ്പെട്ടതാണ്. ടീച്ചർ അവിടെ ഫ്രിഡ്ജ് ടാങ്കിൽ വെച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഇത് ഇസ്ലാമൊറാഡ പറയുന്ന ആമ്പലിന്റെ വർഗം. ഇത് ഇലയിൽ നിന്ന് പൂവുണ്ടാവുന്ന ആമ്പലാണ്. കണ്ടോ, തൈ ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ നടുവിൽ കണ്ടോ ഇങ്ങനെ ഇതാണ് അതിന്റെ മുള പൊട്ടി വരുന്നത്. അങ്ങനെ വെറൈറ്റി ഉണ്ട് അല്ലേ? അതെ അതെ. അങ്ങനെ ഉണ്ടായതാണ്. ഇങ്ങനെയാണ് തൈ വരിക. അതെ അല്ലേ? ഇത് പിന്നെ നമ്മൾ കുഴിച്ചത്. ഇതാണ് കീലാർഗോ. ഇത് ഇതുപോലെ ഇലയിൽ നിന്ന് പൂവുണ്ടാവുന്നതാണ്. ഇതാണ് പുട്ടരക്ഷ. ഏറ്റവും ഭംഗിയുള്ള പൂവാണ്. നല്ല ഭംഗിയുള്ള പൂവാണ് ഇത്. പക്ഷെ ഹാർഡിയാണ്. ആമ്പലിലും ഉണ്ട്, ഹാർഡിയും ട്രോപ്പിക്കലും. സീസണിൽ മാത്രമേ ഉണ്ടാവൂ. പക്ഷെ നല്ല ഭംഗിയുള്ള പൂവാണ്. ഇത് ഡൂബൻ എന്ന് പറയും. ഇത് എല്ലാ സീസണിലും ഉണ്ടാവും. ഇതും തന്നെ ഇലയിൽ നിന്ന് ചെടി ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ ഇല പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഇല പൊട്ടിച്ച് കമഴ്ത്തിയിട്ട് ട്യൂബർ ഉണ്ടാവും. പക്ഷെ നല്ല ഇല പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ വിവി പാരസ് എന്നാ പറയാ. ഇലയെന്ന് ചെടി ഉണ്ടാവും. കുറെ ടൈപ്പ് ഉണ്ട്. ട്യൂബർന്ന് ഉണ്ടാവുന്നതുണ്ട്. ട്യൂബറ പറഞ്ഞാൽ എപ്പോഴും ഇതിന് കിഴങ്ങുകളാണ് ഉണ്ടാവുക ഈ ആമ്പലിന്. സ്നോബാള്. ഇതിന്റെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് തരാം. ഇത് ഏറ്റവും ഭംഗിയുള്ളതാണ് കാണാൻ വേണ്ടി. അതുപോലെ അതിനേക്കാളും നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ ആമ്പലിനും പുറമെ വേറെ ചെടികൾ ഞാൻ വളർത്തുന്നുണ്ട്. ലോഫർ ലൂട്ടിയ പറയും.
വാട്ടർ പ്ലാന്റ് അല്ലേ? വാട്ടർ പ്ലാന്റ് ആണ്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിന് മഞ്ഞ കളറിലൊരു പൂവാണ് ഉണ്ടാവുക അല്ലേ? നല്ല മനോഹരമായിട്ടുള്ള പൂവാണ്. ബ്ലൂ മൈക്രാന്ത പറയും. ഇതും വിവി പാരസ് ആണ്. അല്പം വില കൂടിയ ക്വാളിറ്റിയാണ്. ഇവിടെയും വാട്ടർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഞാൻ അവിടുന്ന് കാണിച്ചു തരാൻ നല്ലതുണ്ട്. ഇത് ജപ്പോണിക്ക പറയും. ഇത് ഡൂബനാണ്. ഇതും ഡൂബനാണ്. ഇതിലിവിടെ ഉണ്ടായിരുന്നു ചോമ്പോമേമു എന്നാണ് പറയുക. പക്ഷെ ഇപ്പൊ പൂവില്ല. ഇതിന്റെയൊക്കെ പൂവ് ഞാൻ എടുത്തതുണ്ട്. ഞാൻ എടുത്തു തരാം. ഇതും ഡൂബനാണ്. ഇത് നെയ്യാമ്പല്, വെളുത്ത നെയ്യാമ്പല്. മഞ്ഞ കണ്ടില്ല, അതിന്റെ ചെറിയ നെയ്യ് നിറച്ചുണ്ടാവും. ഇപ്പൊ കുറച്ച് കമ്മിയായതാണ്, നിറയെ ഉണ്ടാവും. ഇത് ബ്ലൂ നക്ക് വാങ്ങാണ്. ഇതിന്റെ 3 വെറൈറ്റി ഉണ്ട്. കണ്ടോ, ഇത് വെള്ളയാണ്. പക്ഷെ ഇപ്പൊ പൂവൊക്കെ വാടി നിൽക്കുകയാണ്. ഇതിന്റെ മറ്റുള്ളത് പോലെ അല്ല. ഇതിന്റെ പച്ച നിറത്തിൽ ആദ്യം ഒരു ഇതള് വരും. അതിന് ശേഷമാണ് ഈ നീല നിറത്തിലുള്ളത് വരുന്നത്. ഇതില് പച്ചയും അല്ല നീലയും വെള്ളയും ഓറഞ്ചും എൻ്റെ കയ്യിലുണ്ട്. 3 വെറൈറ്റി. ഇത് വെള്ളത്തിൽ വളരുന്ന ചെടിയാണ്, ആരോ ഹെഡ് ജാസ്മിൻ. അതെ അതെ അതെ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള പൂവാണ്. നല്ല കൊലയായിട്ട് വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ മൊട്ടായിട്ടേ ഉള്ളൂ. ഉണ്ടോ? അതെ, വിരിഞ്ഞ് വരണം. ഇത് ഇനിയുണ്ട്. ഇതിൻ്റെ വേറെ ടൈപ്പ് ഉണ്ട് അവിടെ. ഇത് കണ്ടു, മെക്സിക്കൻ സ്വോഡ പറയുന്ന വെറൈറ്റിയാണ്. ഇതിന്റെ ഓരോ കമ്പിൽ നിന്ന്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വോഡ തന്നെയാണ്, വാള് പോലെ തന്നെയാണ്. ഇതിലിങ്ങനെ ഓരോ പൂമൊട്ടിന്റെയും പൂവുണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ചെടി ഉണ്ടാവും. ഓരോ കമ്പിൽ പൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി ഉണ്ടാവും. ഇത് ശരിക്കും പറയുമ്പോൾ തന്നെ വാളാണ് ശരിക്കും മെക്സിക്കൻ സ്വോഡ എന്ന് പറയുന്നതിന് ഇതിനൊരു അർത്ഥമുണ്ട് ശരിക്കും. ഇപ്പൊ വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ്. കുറെ ദിവസം നിൽക്കും. വൈറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഇത് വാട്ടർ പാപ്പിറസ് പറയുന്ന വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ ഭംഗി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൂത്ത് നിൽക്കുന്ന കൊലകളാണ്. ഇനി ഈ കൊല, അതെ, ഈ കൊലകളിൽ നിന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ചെടി ഉണ്ടാവുന്നത്. ഇതൊന്നും ഓരോത്തിൽ നിന്നും ഓരോ ചെടിയായിട്ട് ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ, കണ്ടോ ചെടി പുതിയ ചെടി ഉണ്ടായത്. ഇത് വേറെ തരം ചെടിയാണ്. ഇതും വെള്ളത്തിലുണ്ടാവുന്ന ചെടി തന്നെയാണ്. വാട്ടർ റോസ എന്ന് പറയുന്ന ജപ്പോണിക്കയാണ്. ഇതിപ്പോൾ ഈ മഴ പെയ്തതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ നിറയെ കൊലയിൽ നിറച്ചുണ്ടാവും. വാട്ടർ റോസ എന്ന് പറയുന്നത് അതെ അതെ അതെ, ഒരുപാട് ഉണ്ടാവുന്നതാണ്. ഇത് സഗറ്റാറിയ പറയുന്ന ചെടിയാണ്. ഈ ചെടിയിൽ ഇപ്പൊ പൂവില്ല, നിലവിൽ പൂവില്ല, പക്ഷെ നിറയെ പൂവുണ്ടാവുന്നതാണ്. ഞാൻ ഇതിന്റെ വീഡിയോ, ഇതില് ഈ ഇപ്പൊ നമ്മള് മെക്സിക്കൻ സ്വോഡ് കണ്ടില്ലേ, അതിന്റെ പൂവിന്റെ നടുവില് മെറൂൺ കളർ ഡോട്ട് ഉണ്ടാവും. അപ്പൊ ഒത്തിരി ഭംഗിയുള്ള പൂവാണ് ഇത്. ഫോട്ടോസ് ഉണ്ടല്ലോ? എന്റെ കയ്യിലുണ്ട്. ഗപ്പി, എല്ലാത്തിലും ഗപ്പി ഉണ്ട്. ഇത് നൈറ്റ് ബ്ലൂമർ ആണ്. 3 ടൈപ്പ് നൈറ്റ് ബ്ലൂമർ ഉണ്ട് എന്റെ കയ്യില്. അത് ഇപ്പൊ പൂത്തിട്ടില്ല, പൂത്തിരുന്ന് കഴിഞ്ഞ ആഴ്ചയൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ടീച്ചർ, ഒരു ചെറിയ മുട്ടുള്ള ഒരു ഇത് നിറയെ മുട്ടുള്ള ബൗൾ താമര പറയും. ലിയാങ്ലി എന്നാണ് അതിന്റെ പേര്. നിറയെ മുട്ടുകളുണ്ടാവും, നിറയെ കുഞ്ഞിത്താമര. കുഞ്ഞനാണ് ഇത്. ചെറിയ കപ്പിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള പൂവാണ്. നിറയെ വിരിഞ്ഞ് നിൽക്കും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയൊക്കെ നിറയെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് കണ്ടോ, വളരെ ചെറിയ മുട്ടുകളാണ്. പക്ഷെ എന്റെ ഇൻഡോറിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡോറിൽ അങ്ങനെ വെക്കാൻ പറ്റുമോ വെച്ചാൽ സൺലൈറ്റ് നിറയെ വേണം. അത് കാരണം നല്ല ലൈറ്റ് കിട്ടണം. 6 മുതൽ 8 മണിക്കൂർ വരെ ലൈറ്റ് കിട്ടണം. അതാണ്. ഇത് ഗ്രീൻ ക്ലൗഡ് പറയും. ഗ്രീൻ ക്ലൗഡ് ഇത് ട്രോപ്പിക്കൽ അല്ല, ഇത് സീസണിൽ മാത്രമേ. അതെ, ഹാർഡിയാണ്.
ടീച്ചർ ഇപ്പൊ ഇത് എത്ര വർഷമായി ഈ താമരയുടെ ഇതിലേക്ക് വന്നിട്ട്? താമരയുടെ ഇതിലേക്ക് വന്നിട്ട് സത്യം പറഞ്ഞു ഞാൻ 3 വർഷമായി. അതെ അല്ലേ? എങ്ങനെയാ ഇതിന്റെ തുടക്കം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പൂക്കളെ, ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ മറ്റുള്ള പൂക്കളൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എവിടെ കണ്ടു കഴിഞ്ഞാലും ഞാൻ വാങ്ങിക്കും, അല്ലെങ്കിൽ കൊണ്ടുവരും, ചോദിച്ചു മേടിക്കും, അതിന് ഇതില്ല. അപ്പോൾ അതുപോലെ താമര ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പൂവാടി പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിനായിരുന്നു ഞാൻ. ആ സമയത്ത് അവിടെയുള്ള കൂട്ടുകാരായിട്ട് പിന്നെ മിങ്കിൾ ചെയ്ത് കഴിഞ്ഞ സമയത്ത് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ താമര ആമ്പലും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാനൊരു ആമ്പൽ വാങ്ങിച്ചു. പിന്നെയാണ് താമരയിലേക്ക് ഇങ്ങനെ കടന്നത്. ആദ്യം ചെറിയ ചെറിയ വിലയ്ക്ക് നമ്മൾ അതിന് ഇഷ്ടം കൊണ്ട് താമര വാങ്ങി 1 വർഷത്തോളം പൂത്തില്ല. പിന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ പിന്നെ കൃഷി ചെയ്യണം, എങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കുക എന്നുള്ളതൊക്കെ നന്നായിട്ട് പഠിച്ച് ഓരോരുത്തരോടും ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു ടിപ്പ് ചോദിച്ചോട്ടെ. ഇതിപ്പോ നടുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്? നടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇതിന്റെ ട്യൂബറാണ് നടുമ്പോൾ ഒരു 2 ഇഞ്ച് കനത്തിൽ ആദ്യം ഞാൻ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ഇഞ്ച് കനത്തിൽ ചാണകപ്പൊടിയും പിന്നെ ഈ ടബില് ഇപ്പൊ ഒരു 20-22 ഇഞ്ച് വ്യാസമുള്ള ടബിലാണ് ചെയ്യണത്. ഒരു 19 ഇഞ്ച് ആഴമുള്ള ടബിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ 2 ഇഞ്ചോളം ആദ്യം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ എല്ലാതും കൂടി ചാണകപ്പൊടിയും മണ്ണൊക്കെ പാടി കൂട്ടി കുഴച്ചിട്ടൊക്കെ റെഡിയാക്കി. അപ്പോൾ അറിയില്ല, അപ്പോൾ കുറേ പൊങ്ങി കിടക്കും, കുറേ ഇത് അറിയില്ലായിരുന്നു ആദ്യം. പിന്നെ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പോഴും ഞാൻ എന്താ ചെയ്യാറുള്ളൂ, 2 ഇഞ്ച് കനത്തിൽ ചാണകപ്പൊടിയെക്കാട്ടിലും നല്ലത് ആട്ടിൻകാട്ടത്തിൻ്റെ പൊടിയാണ് ഏറ്റവും നല്ലത് താമരയ്ക്ക്. അപ്പോൾ 2 ഇഞ്ച് ടബിൽ ആട്ടിൻകാട്ടത്തിൻ്റെ പൊടി ആദ്യം പരത്തും ഒരു ലെയർ. അതിൻ്റെ മുകളിൽ മിക്സ് ചെയ്യാതെ നല്ല മണ്ണ്, പാടത്തെ മണ്ണ് വേണമെന്നില്ല, ഞാൻ തൊടിയിലെ മണ്ണ് കൊടുക്കാറുണ്ട്, പാടത്തെ മണ്ണ് കൊടുക്കാറുണ്ട്. ആ മണ്ണ് പിന്നെ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തിൽ പരത്തും. എന്നിട്ട് ഒരു പിടി DAP പറയും, അത് ഉപയോഗിക്കുക. അത് ഈ ആട്ടിൻകാട്ടത്തിൻ്റെ മുകളിൽ ഒരു പിടി DAP വിതറും. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് വെള്ളം ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ കയ്യോ വെച്ച് ഡയറക്റ്റ് അതിലേക്ക് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചോട്ടിലത്തെ പൊടി മുകളിലേക്ക് അങ്ങനെ വെച്ചിട്ട് ഒഴിച്ചിട്ട് ഒരു നിരപ്പാക്കിയിട്ട് അതിൻ്റെ ബബിൾസൊക്കെ പൊങ്ങിക്കഴിഞ്ഞാൽ ഒരു സൈഡിലായിട്ടാണ് താമര നടുവിൽ നടാൻ പാടില്ല, സൈഡിൽ. അത് എന്നിട്ട് കുറച്ച് വെള്ളം പൊങ്ങി നിൽക്കണം, ഒരു 1-1.5 ഇഞ്ച് വെള്ളം പൊങ്ങി നിൽക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ തൂമ്പ് ഇങ്ങനെ വരുന്നതിൻ്റെ അങ്ങനെ ഇല പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം കൂട്ടി കൊടുക്കും. പിന്നെ ഒരു 1.5 മാസം 2 മാസം 5-6 ഇല ആയിക്കഴിഞ്ഞാൽ പിന്നെ 15 ദിവസം കൂടുമ്പോൾ ഒന്നുകിൽ 19 ഞാൻ ചെയ്യുന്നത് അതാണ് കേട്ടോ, ശരിയാണോന്ന് എനിക്കറിയില്ല. പിന്നെ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. DAP 5 ഗ്രാം അത് പൊതിഞ്ഞിട്ട് ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കും, മണ്ണിന്റെ അടിയിൽ നിക്ഷേപിക്കും. പിന്നെ ഗപ്പി ഇട്ടിട്ടുണ്ട്, കൊതു ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒച്ചിന്റെ ശല്യം നിറയെ ഉണ്ട്. അത് നമ്മൾ ഓരോ സ്ഥലത്തുനിന്നും ട്യൂബർ വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ചെടി വാങ്ങിക്കുമ്പോഴോ അവരുടെ വീട്ടിലുള്ള ഒച്ച കൂടി നമുക്ക് അപ്പൊ പല ടൈപ്പ് ഒച്ചുണ്ട് താമര പോലെ തന്നെ. അപ്പൊ അതിന് നമ്മൾ കോരി എടുക്കുക തന്നെ വേണം. കോരി എടുത്തിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് അതിന് രാസപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ, കോരി എടുത്തിട്ട് തന്നെ ചെയ്യല്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൃഷി ശ്രദ്ധിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ താമര. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ എവിടുന്ന് ഉത്തർപ്രദേശിൽ നിന്ന് പിന്നെ മധ്യപ്രദേശിൽ നിന്ന് തുടങ്ങിയിട്ട് കേരളത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തും ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഹൈദരാബാദിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലായിടത്തും കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് ഞാൻ അതുപോലെ എൻ്റെ അടുത്ത് എക്സ്ട്രാ ഉള്ളത് മുഴുവൻ നമ്മൾ സെയിലായിട്ട് ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ നമ്മൾക്കുണ്ടായി വന്നതിൻ്റെ ബാക്കി ഇത് ഞാൻ റീപോർട്ട് ചെയ്യണ സമയത്ത് ഇത് പൂവൊക്കെ ഉണ്ടായിട്ട് ഈ ഇല ഇങ്ങനെ താഴ്ന്നു വരുമ്പോൾ ഇല ഇങ്ങനെ ഇല്ലാതെയായിട്ട് ചെറിയ ഇലയായിട്ട് ഇങ്ങനെ മാറി വരും. ആ സമയത്ത് നമ്മളിതിനെ റീപോർട്ട് ചെയ്യണം. ആ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ട്യൂബർ കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. അതെ, ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കൊക്കെ സംശയം ഉണ്ടാവും ഇപ്പൊ അത് സെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു മറുപടിയോടെയാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞത്. പിന്നെ ഇത് നമുക്ക് ടീച്ചർ ഒരു കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന ആളുകള് വിളിച്ച് അന്വേഷിക്കും. അപ്പോൾ കൊടുക്കാനുള്ള സമയത്ത് നമുക്ക് കൊടുക്കാനുള്ള സമയത്ത് അത് സീസണലാണ്. ഈ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പിന്നെയാണ്, എല്ലാതും ഒരേ സമയത്താവില്ല. ചിലപ്പോൾ ഞാൻ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലത് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഏത് സമയത്ത് ഏതാണ് റിപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ ട്യൂബർ ഉണ്ട്, അത്രേ പറയാൻ പറ്റും. ഇപ്പൊ ഒരു 10-70-75 തരം താമരകളുണ്ട്, ഒരു 40-45 തരം ആമ്പലുകളുണ്ട്. ഇപ്പൊ ഈ ആമ്പലും താമരയും മാത്രമല്ല, വേറെ അല്ലാതെ ഉള്ള കുറെ ചെടികളും ഞാൻ കണ്ടുവരുന്നത്. വേറെയുണ്ട്, കുറെ ചെടികളുണ്ട്. അതപ്പോ അതിലൊക്കെ ഒരുപാട് ചെടികളിലൊക്കെ ഇഷ്ടമാണ്.
ഇതേതാ ടീച്ചർ ഒരു വെറൈറ്റി? ഇത് ഹോയ എന്ന് പറയും. ഈ ഹോയയുടെ ഇത് കണ്ടില്ലേ, ഇതാണ് അതിന്റെ വള്ളിയാണ്. വള്ളിയാണ്, ഹാങ്ങിങ് ബോട്ടായിട്ട് വളർത്തുന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ. അതെ അതെ. പക്ഷെ 2 വർഷമായി ഞാൻ മേടിച്ചിട്ട്. ആ 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് പൂത്തത്. ഒരുപാട് സന്തോഷം. ഈ വർഷമാണ് പൂത്തത്. പൂക്കില്ലേ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് അതെ അതെ, നിറയെ എല്ലാ സ്ഥലത്തും ഉണ്ട് പൂവ്. അത് കണ്ടില്ലേ, ഇത് നന്നായിട്ടുണ്ട്. ഇത് അതിന്റെ മൊട്ടാണ്, കണ്ടോ? അതെ, വിരിയണതേ ഉള്ളൂ. പലേട്ടെ കണ്ടോ, ഇത് വിരിയുന്നതേ ഉള്ളൂ. ഇത് വള്ളി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 2 വള്ളിയുടെ ഇവിടെ വെച്ചിട്ട്, നല്ല മൂത്ത വള്ളിയുടെ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. എന്നിട്ട് നമ്മളിത് മണ്ണിൽ സാധാരണ നമ്മൾ പൊട്ടി മിക്സിൽ ഇറക്കി വെച്ചിട്ട് 2 ഇല വരുമ്പോൾ ഇത് ഹോയാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്, ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ടിന്റെ. ഇതിപ്പോ പ്ലാന്റ് ചെയ്യാൻ പോണേ ഉള്ളൂ. അതെ അല്ല, പ്ലാന്റ് ചെയ്തിട്ട് അവിടെ ഉണ്ട്. ഇത് ഞാൻ സെയിൽ ചെറിയ രീതിയിൽ സെയിൽ ഉണ്ട്. കുറെ പേര് ഇപ്പൊ 10-50 തൈ പോയി കഴിഞ്ഞു. ഒക്കെ ഈ നമ്മളതിൽ കൂടുതലായി ഉണ്ടാവുന്നത് നമ്മള് ഇങ്ങനെ അത് പോട്ട് ചെയ്ത് വെക്കും. അതെ അതെ. ടീച്ചർ, അപ്പൊ ഇതിന്റെ പരിപാലനമൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കുമല്ലോ അല്ലേ? ഒറ്റയ്ക്കാണോ ചെയ്യണതൊക്കെ? അല്ല, അതെന്റെ കുട്ടികളൊക്കെ എന്റെ സപ്പോർട്ടാണ്. മക്കളും മരുമക്കളൊക്കെ ഇതിന് ഫുൾ സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടാണ്. ഇപ്പൊ മരുമകൾ സ്ഥിരമായി കൂടെ ഉണ്ട്. അവര് എല്ലാത്തിനും കൂടെ, എന്റെ കൂടെ എല്ലാത്തിനും ഉണ്ട്. എല്ലാത്തിനും കൂടെ. കുട്ടിപ്പോ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിട്ട് പോവാ. റിട്ടയേർഡ് ലൈഫ് അമ്മയ്ക്ക് ഒരു രസകരമാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. അമ്മയുടെ ഇഷ്ടം പോലെ ഉള്ളത് എന്താ ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും സമയമില്ല. വിശ്രമ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ല. എനിക്ക് എപ്പോഴും ഇവരുടെ കൂടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് ഓടി വന്നാലാണ് കുട്ടികളെ നോക്കും പോലെ, കുട്ടികളെ കാണും പോലെ ഉള്ള മക്കളെ പോലെ സ്നേഹിക്കുന്ന അതിന്റെ ഒരു ഇത് നമുക്ക് തരും അവർ തിരിച്ചാ സന്തോഷം. ടീച്ചർ, ഇതെന്താ ഇങ്ങനെ ഒരു തണലെടുത്ത് വെച്ചിരിക്കുന്നത്? ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പുതിയ ട്യൂബർ അല്ല, റണ്ണറെ പറയും. ശരിക്കുള്ള ട്യൂബർ അല്ല. നന്നായിട്ട് പൂക്കുന്ന ഞങ്ങൾക്കൊന്നും ട്യൂബർ കാര്യമായിട്ടുണ്ടാവില്ല, റണ്ണർ. അപ്പൊ ഇതിപ്പോ ഒരു പുതിയ ഇനം, തമോ പറഞ്ഞിട്ടൊരു ഇനം ഞാൻ വെച്ചിരിക്കുകയാണ്. അതിന്റെ റണ്ണർ വെച്ചിരിക്കുകയാണ്. കാണാനില്ല അത്രയും ഇതായിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് കണ്ടില്ലേ ഇപ്പൊ അതിൽ എത്ര മണ്ണുണ്ട് എന്നുള്ളതൊക്കെ. ഇത് ഒരാഴ്ചയോളം തണലിൽ വെക്കണം എന്നാണ്. ഒരാഴ്ച തണലിൽ, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ, എന്നാൽ സൺലൈറ്റ് കിട്ടും വേണം. ഇത് ഒന്ന് റാണി റെഡ് പറയും, ബാക്കി 2 തമോ ആണ്. അപ്പൊ ഉണ്ടാവോ എന്നുള്ളത് അറിയില്ല. വളരെ റെയർ ആയിട്ടാണ് അപ്പൊ ഇത് പിടിച്ചു കിട്ടാറുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. ടീച്ചർ, ഞങ്ങൾ നോക്കിയപ്പോഴേ ഇതിങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചെടിയുണ്ട്. ഇതെന്താ സംഭവം? ഇത് ശരിക്ക് ബുഷായിട്ട് നമ്മൾ വെട്ടി നിർത്തുന്ന ചെടിയാണ്. പക്ഷേ ഇതിന് ബ്ലൂ പാരിജാതം എന്ന് പറയും. പല പേരിലും അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇങ്ങനെ ഈ പഴങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്. പൂവിനേക്കാൾ ഭംഗി അതാണ്. ഇതല്ലേ പൂവെന്ന് പറയുന്നത്? ഇതാണ് ഈ ബ്ലൂ ആണ് അതിന്റെ പൂ. ഇത് ബ്രൈഡൽ ബൊക്കെ പറയും. ഇത് ഇതിന്റെ മുകളിൽ കൂടെ കയറി കൂടിയതാണ് കേട്ടോ. ഇത് നിറയെ ഉണ്ടാവും. ഇത് വേറെ ഇതാണ്. പക്ഷെ ഇതാണ് അതിന്റെ കായകൾ നല്ല ഭംഗി. ശരിക്കും ഒരുപാട് ആ രസത്തിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദേവി ടീച്ചറുടെയും, ദേവി ടീച്ചർ സ്വന്തം മക്കളെ പോലെ, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ സ്വന്തം മക്കളെ പോലെ പരിപാലിച്ച് വളർത്തുന്ന താമരയും ആമ്പലും മറ്റു പൂക്കളും ഒക്കെ അടങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ടീച്ചറുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ വിളിച്ച് അന്വേഷിച്ച് എപ്പോഴാണ് ഇത് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏത് സമയത്താണ് ട്യൂബറോ അല്ലെങ്കിൽ മറ്റ് ചെടികളുടെ കമ്പോ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങളത് വാങ്ങിക്കാൻ പോവുക അല്ലെങ്കിൽ കൊറിയർ ചെയ്യാനോ ആയിട്ട് പറയുക ചെയ്യുക. കാരണം പറഞ്ഞല്ലോ, ടീച്ചർ തന്നെ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടതാണല്ലോ, ഓരോ പൂക്കളുടെ സീസൺ കഴിഞ്ഞ് അത് റീപോർട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പുതിയ തൈകൾ കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ.